Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി റെസിപ്പിയാണ് ഇത്. അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കലക്കിയെടുത്തിട്ട് വരാം. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും കട്ട കെട്ടാതെ വേണം ഇത് കലക്കിയെടുക്കാനേ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കലക്കി വെച്ചിരിക്കുന്ന ഓട്സ് എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഈ ബൗളിൽ ചെറുതായതുകൊണ്ട് ഞാൻ ഇത് മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള പച്ചക്കറികൾ നമുക്ക് ഡയറക്റ്റ് മുട്ടയിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ടിത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. ഇനി ഇതിൻ്റെ ഓംലെറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഈ പാനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് ലെവലാക്കി കൊടുക്കണേ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു വശം ആയിട്ടുണ്ട്. ഇത് ഇച്ചിരി വലിയ ഓംലെറ്റ് ആയതുകൊണ്ട് തന്നെ ചട്ടകം കൊണ്ട് തിരിച്ചിടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് പിന്നെ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അന്നേരം നമുക്കിത് പൊട്ടി പോവാതെ കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ മറുവശവും വെന്ത് വരട്ടെ. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി കഴിക്കുമ്പോൾ തന്നെ നല്ലോണം വയറ് നിറയും. നല്ല ടേസ്റ്റി അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത്. നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.